ഹായ്. ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുക. അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ. ഫസ്റ്റ് ഇതിനകത്ത് വിനയ് കൃഷ്ണ വിനോദ് എന്ന് എഴുതിയിട്ടുണ്ട്. പുറകിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ വിനയ് കൃഷ്ണ വിനോദ്. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ പ്രിയപ്പെട്ടവരായി തീരുന്ന ചിലർ, അത്രമേൽ പ്രേമുള്ളവരാകുന്നവർ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ നന്നായി ആഗ്രഹിക്കുന്നവർ. അതുപോലെ രണ്ട് വ്യക്തികളാണ് സൂര്യയും മത്തിയും. സ്വന്തം വഴികൾ സ്വാതന്ത്ര്യത്തോടെ സ്വീകരിച്ച് ജീവിക്കുന്നവർ. ഇവരുടെ ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടുകയാണ്. ഈ നോവൽ യാദൃശ്ചികമായി ചില വരവുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ സാധിക്കും. ഫസ്റ്റ് പേജ് നമ്മുടെ അത്രമേൽ പ്രേമുള്ള ഒരാൾ വിനയ് കൃഷ്ണ വിനോദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കഥകൾ തീർത്തും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരായോ ആരോടെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഭീകരത കൊണ്ട് മാത്രമാണ്. വിനയ് കൃഷ്ണ. വിനയ് കൃഷ്ണ നമ്മുടെ ഈ കഥാകൃത്തിനെ കുറിച്ച് ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. വിനയ് കൃഷ്ണ വിനോദ്. വിദ്യാഭ്യാസവും കരിയറും കേരള സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദവും ഇപ്പോൾ ബാംഗ്ലൂരുവിലെ ഒരു പ്രമുഖ IT സ്ഥാപനത്തിൽ അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയറായി ജോലി നോക്കുന്നു. ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് എവറിത്തിങ് എൽസ് ഫാൾസ് ഇൻ ടു പ്ലേസ്. നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? രാവിലെ ഇറങ്ങി ഒരു നടത്തം, വൈകുന്നേരങ്ങളിൽ ഫോണും ഹെഡ്സെറ്റും എടുത്ത് തൊട്ടടുത്തുള്ള പാർക്കിൽ പോയി ഇരിക്കൽ. നിങ്ങൾ നിങ്ങളെ തന്നെ യാത്ര കൊണ്ടുപോകാറുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാറുണ്ടോ? അതിനൊക്കെ വേണ്ടി കുറച്ച് സമയവും പണവും ഒക്കെ നീക്കി വെക്കുക. ഒരുപാട് കാഴ്ച കാണാൻ ബാക്കിയുണ്ട്. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഹിമാലയത്തിലുള്ള മഞ്ഞുനിലകൾ കണ്ടിട്ടുണ്ടോ? സ്വിറ്റ്സർലാൻഡിലെ ആപ്സ് പർവ്വതനിരകളുടെ മുകളിലൂടെ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആ കേബിൾ കാറിൽ ഒന്ന് സഞ്ചരിക്കണ്ടേ? ഈ ലോകം ഒരുപാട് അനന്തമാണ്. ജീവിതം ഒരുപാട് സാധ്യതയുള്ളതാണ്. സ്നേഹപൂർവ്വം വിനയ് കൃഷ്ണ. അത്രമേൽ പ്രേമുള്ള ഒരാൾ. അധ്യായം 1. കൊൽക്കത്തയിൽ ഒരു പുതിയ തുടക്കം. കൊച്ചിയിലെ ശാന്തമായ കായൽ തീരത്തു നിന്ന് കൊൽക്കത്തയിലെ തിരക്കേറിയ മഹാനഗരത്തിലേക്ക് ട്രെയിൻ പാളത്തിലൂടെ കുതിക്കുമ്പോൾ സൂര്യയുടെ ചിന്തയിൽ ഭാവിയിലേക്ക് അലഞ്ഞു. കൈകൾ ഒരു യാത്രാ പുസ്തകവുമായി സൂര്യ ഫ്ലാഷ് ട്രെയിനിൽ അപ്ഹോസ്റ്ററിൽ ചാഞ്ഞു. ജീവിതവും അവസരവും കൊണ്ട് സ്തംഭിക്കുന്ന ഒരു നഗരം. അവിടെ അവളുടെ പ്രൊഫഷണൽ യാത്രയുടെ ഒരു പുതിയ അധ്യായം വെളിപ്പെടാൻ പോവുകയാണ്. പ്രശസ്ത ടെക് സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന നിലയിൽ അവളുടെ സ്വപ്ന ജോലിക്ക് അടുത്തിടെ ലഭിച്ച അംഗീകാരം. കടന്നുപോകുന്ന നാട്ടിൻപുറങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആദ്യ വെളിച്ചത്തോടെ പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ടു. ട്രെയിൻ നദികൾ മുറിച്ചു കിടക്കുന്നതും ചെറുപട്ടണങ്ങളിലൂടെ കുതിക്കുന്നതും വയലുകളും കാടുകളും കടന്നു നീങ്ങുന്നതും സൂര്യജാലകത്തിലൂടെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. ഓരോ പ്രദേശവും അതിൻ്റെതായ തനതായ മനോഹാരിത പ്രദാനം ചെയ്യുന്ന അവളുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നാതിരിക്കാൻ കഴിഞ്ഞില്ല. ട്രെയിൻ ഹൗറ സ്റ്റേഷനിലേക്ക് നീങ്ങിയപ്പോൾ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തെ തിരക്കുള്ള ദൃശ്യങ്ങൾ കണ്ടു. കൊൽക്കത്തയിൽ അവൾ ആദ്യമായിട്ടായിരുന്നു. അവൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു നഗരം. പ്ലാറ്റ്ഫോമിലേക്ക് ചുവട് വെക്കുമ്പോൾ കൊൽക്കത്തയിലെ തിരക്കേറിയ ഊർജം അവളെ സ്വാഗതം ചെയ്തു. ശബ്ദകോലാഹലങ്ങളും ഭാഷകളുടെ കൂട്ടിച്ചേരലുകളും അവളുടെ ചുറ്റുമുള്ള ചടുലമായ കാഴ്ചകളും അവളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം അടയാളപ്പെടുത്തി. ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യയുടെ കണ്ണുകൾ നിശ്ചയദാർഢ്യത്തിൽ തിളങ്ങി. ജീവിതത്തിലേക്ക് ഒരു അവസാന നോട്ടത്തോടെ അവൾ പുഞ്ചിരിച്ചു. കൊൽക്കത്ത വാഗ്ദാനം ചെയ്യുന്നതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി. അവൾ ലഗേജുമായി സ്റ്റേഷന് പുറത്തു വന്നു. വാഹനങ്ങളുടെ ഹോണടി, ആകെ തിരക്ക്. സ്റ്റേഷനടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു. ഒരു പഴയ ടാക്സി, മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള പ്രീമിയർ പത്മിനി. ഡ്രൈവറെ അവൾ ബുക്ക് ചെയ്ത വ്യാഖ്യയുടെ അഡ്രസ് കാണിച്ചു. താറുമാറായ തെരുവുകളുടെ പഴയ ടാക്സി കാറിൽ പോകുമ്പോൾ
ആധുനിക കെട്ടിടങ്ങൾക്കൊപ്പം നിൽക്കുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയിലും റോഡിലൂടെ കുതിച്ചു കയറുന്ന ട്രാമുകളിലും സജീവമായ തെരുവ് മാർക്കറ്റുകളിലും അവൾ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇതൊക്കെ അവൾക്ക്. ടാക്സി വ്യാഖ്യ എത്തി. ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞ് റൂം കിട്ടി. നല്ല വൃത്തിയുള്ള പഴയ ഹോസ്റ്റൽ റൂം. റൂംമേറ്റ് ആ സമയത്ത് കണ്ടില്ല. തൂക്കിയിട്ടിരിക്കുന്ന ID കാർഡ് കണ്ടപ്പോൾ ഒരു പഞ്ചാബിയാണെന്ന് മനസ്സിലായി. പ്രിയങ്ക സിംഗ്, ജൂനിയർ റിപ്പോർട്ടർ, NDTV. റൂമൊക്കെ സെറ്റ് ചെയ്ത് അവൾ താമസമാക്കി. പിറ്റേന്ന് രാവിലെ ടെക് വിസാർഡിലെ തന്റെ ആദ്യ ദിവസത്തെ ആകാംക്ഷയോടെ സൂര്യ നേരത്തെ എഴുന്നേറ്റു. ഒരു നല്ല മതിപ്പുണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾ ഒരു വെളുത്ത ഷർട്ടും കറുത്ത ഗൗണും ധരിച്ചു. പെട്ടെന്നുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവൾ അവളുടെ ഓഫീസിലേക്ക് പോകുന്ന ഒരു ട്രാം പിടിച്ചു. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ബംഗാളി, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ചുറ്റുപാടിൽ വെച്ചാണ് സൂര്യ അതിഥിയെ കണ്ടത്. സൂര്യയെ പോലെ മലയാളിയായ അതിഥിയും ടെക് വിസാർഡിലേക്കുള്ള യാത്രയിലായിരുന്നു. സൂര്യ തന്റെ ബാഗുമായി ബുദ്ധിമുട്ടുന്നത് അവൾ ശ്രദ്ധിച്ചു. മലയാളിയാണോ? സൗഹൃദപരമായ പുഞ്ചിരി നൽകി ദയ കൊണ്ട് മിന്നി മറിയുന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു. അപരിചിതമായ ഇടയിൽ തന്റെ മാതൃഭാഷ കേട്ട് ആശ്വാസത്തോടെ സൂര്യ തലയാട്ടി. ഒരു മലയാളിയെ കണ്ടാൽ മറ്റൊരു മലയാളിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതെ. വളരെ സന്തോഷത്തോടെ അവൾ മറുപടി പറഞ്ഞു. ഞാൻ സൂര്യ, ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഓഫീസിൽ. ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. സ്വന്തം ബാഗ് ക്രമീകരിച്ചുകൊണ്ട് അതിഥി മറുപടി പറഞ്ഞു. 1 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. വിഷമിക്കണ്ട, താമസിയാതെ നിങ്ങൾ നഗരവുമായി പൊരുത്തപ്പെടും. ട്രാം യാത്രയിലുടനീളം അവർ സംസാരിച്ചു. പലരുടെ പശ്ചാത്തലത്തിലും ഒരു പുതിയ നഗരത്തിലേക്ക് മാറിയതിൽ കഥകളോട് പങ്കിട്ടു. സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും സൂര്യയ്ക്ക് അതിഥിയുമായി ഒരു സൗഹൃദം തോന്നി. ഈ വിശാലമായ നഗരത്തിൽ അവൾ ഇതിനകം ഒരു സുഹൃത്തിനെ കിട്ടിയത് ആശ്വാസകരമായിരുന്നു. ടെക് വിസാർഡിൽ സൂര്യ തന്റെ പുതിയ സഹപ്രവർത്തകരെ കണ്ടുമുട്ടിയ ഒരു ഓറിയന്റേഷൻ സെഷനോടെയാണ് ദിവസം ആരംഭിച്ചത്. കോഡിങ്ങിലും സെഷനുകളിലും മീറ്റിംഗുകളിലും മുഴങ്ങിയ ആളുകളുമായി ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഒരു കൂടാരമായിരുന്നു. ആധുനിക വർക്ക് സ്പേസ് അതിന്റെ ഓപ്പൺ പ്ലാൻ ഡിസൈനും ചടുലമായ അലങ്കാരവും നഗരത്തിന് പുറത്തുള്ള പരമ്പരാഗത അനുഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിഥി സൂര്യയെ ടീമിന് പരിചയപ്പെടുത്തി. ഹലോ എവ്രിവൺ, മീറ്റ് സുരജയ അയ്യർ, ന്യൂ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓൺ അവർ ടീം. ഷീ ഈസ് ആൾസോ ഫ്രം മൈ പ്ലേസ്, കേരള. സോ ലെറ്റ്സ് ഗിവ് ഹെർ വാം വെൽക്കം. പുതിയ ദിനം, പുതിയ വിവരങ്ങളും അനുഭവങ്ങളും ചുഴലിക്കാറ്റായിരുന്നു. പക്ഷേ അതിഥി അവളുടെ അരികിൽ ഉണ്ടായിരുന്നത് കൂടുതൽ ഈസിയായി കൈകാര്യം ചെയ്യാവുന്നതായി. അവൾക്ക് വർക്ക് സ്റ്റേഷനിൽ സഹായിക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണ സമയത്ത് അവർ കഫറ്റീരിയയിലെ ഒരു കൂട്ടം സഹപ്രവർത്തകർക്കൊപ്പം ചേർന്നു. അവിടെ സൂര്യയ്ക്ക് പ്രൊജക്ടുകളെ കുറിച്ചും കമ്പനി സംസ്കാരത്തെ കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ചിരിച്ചും സൗഹൃദ പരിഹാസവും നിറഞ്ഞതായിരുന്നു സംഭാഷണം. പിന്തുണയ്ക്കുന്നവരും സ്വാഗതം ചെയ്യുന്നവരുമായ ആളുകൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കിയ സൂര്യയ്ക്ക് സ്വന്തമായ ഒരു ബോധം വർദ്ധിച്ചു. പ്രഭാത സവാരി പോലെ തന്നെ ചടുലമായിരുന്നു തിരിച്ചുള്ള ട്രാം യാത്രയും. സായാഹ്ന വിളക്കുകളാൽ പ്രകാശിതമായ കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ സൂര്യയ്ക്ക് അഗാധമായ സംതൃപ്തി അനുഭവപ്പെട്ടു. അവളുടെ ഒരു പുതിയ യാത്ര ഒരു പോസിറ്റീവ് നോട്ടിൽ ആരംഭിച്ചു. ഈ പാത തന്നെ എവിടേക്കാണ് നയിക്കുന്നത് എന്നറിയാൻ അവൾ ആവേശത്തിലാണ്. ഒരു പുതിയ ജോലിയും ഒരു സുഹൃത്തും സാധ്യതകൾ നിറഞ്ഞൊരു നഗരവും ഉള്ളതിനാൽ സൂര്യയ്ക്ക് തന്റെ ഭാവിയെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് തോന്നി. അധ്യായം 2. വാരാന്ത്യ പര്യവേക്ഷണങ്ങൾ. ടെക് വിസാർഡിലെ ആദ്യ ആഴ്ച അവസാനിച്ചപ്പോൾ സൂര്യയും മത്തിയും വാരാന്ത്യത്തിൽ കൊൽക്കത്ത പര്യവേഷണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രവൃത്തിയാഴ്ച തീവ്രമായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിഥി സൂര്യയുടെ നേരെ തിരിഞ്ഞു. എടാ, കൊൽക്കത്തയിലെ എന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ചിലത് ഞാൻ കാണിച്ചു തരാം.
സൂര്യയുടെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് നഗരം കാണാൻ ആഗ്രഹമുണ്ട്. അതിഥി ചിരിച്ചു. നമുക്ക് ചില ഐക്കോണിക് സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങാം. വിക്ടോറിയ മെമ്മോറിയലും പിന്നെ ഹുഗ്ലി നദിയുടെ ബോട്ട് സവാരിയും എങ്ങനെ? കുറച്ച് തെരുവ് ഭക്ഷണവും സമയമുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ മ്യൂസിയം സന്ദർശിക്കാം. സൂര്യ ആകാംക്ഷയോടെ സമ്മതിച്ചു. അവർ അടുത്ത ദിവസം രാവിലെ തന്നെ കാണാൻ പദ്ധതിയിട്ടു. പിറ്റേന്ന് സൂര്യ അതിഥിയുടെ അപ്പാർട്ട്മെന്റിന് സമീപമുള്ള ഒരു ട്രാം സ്റ്റോപ്പിൽ കണ്ടുമുട്ടി. നഗരം ഇതിനകം പ്രവർത്തനത്തിന്റെ തിരക്കിലായിരുന്നു. കാലാവസ്ഥ ചൂടും വെയിലും ആയിരുന്നു. വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന വലിയ നഗര പാർക്കായ മൈതാനത്തേക്കാണ് അവർ ഒരു ട്രാമിൽ പോയി. അതിമനോഹരമായ വാസ്തുവിദ്യയും വിശാലമായ പൂന്തോട്ടവുമുള്ള വിക്ടോറിയ മെമ്മോറിയൽ ഒരു കാഴ്ചയായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ പുരാവസ്തുക്കൾ, പെയിന്റുകൾ, ശില്പങ്ങൾ എന്നിവയുടെ ശ്രദ്ധേയമായ ശേഖരം സൂക്ഷിച്ചിരുന്ന മ്യൂസിയം പര്യവേഷണം ചെയ്യാൻ അവർ 2 മണിക്കൂർ ചെലവഴിച്ചു. വിക്ടോറിയ സ്മാരകത്തിന്റെ ചരിത്രവും സൗന്ദര്യവും നനഞ്ഞ ശേഷം അവർ കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തമായ നദീതീരങ്ങളിൽ ഒന്നായ പ്രിൻസപ്പ് ഘട്ടിലേക്ക് പോയി. വെളുത്ത പല്ലടിയൻ പൂമുഖവും ഹുഗ്ലി നദിയുടെ കാഴ്ചയും വിശ്രമിക്കാനും കാറ്റ് ആസ്വദിക്കാനും അനുയോജ്യമായ ഒരു ക്രമീകരണം ഉണ്ടാക്കി. ഹൗറ പാലത്തിന്റെ പ്രകൃതിയുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു വിനോദയാത്ര അവർ നടത്തി. നദീതീരത്തുകൂടി ബോട്ട് മെല്ലെ നീങ്ങുമ്പോൾ അതിഥി ലാൻഡ്മാർക്കുകൾ ചൂണ്ടിക്കാണിക്കുകയും നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള കഥകൾ പങ്കുവെക്കുകയും ചെയ്തു. ശാന്തമായ ചുറ്റുപാടും അവളുടെ പുതിയ സൗഹൃദത്തിന്റെ കൂട്ടുകെട്ടും ആസ്വദിച്ചുകൊണ്ട് സൂര്യയ്ക്ക് സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെട്ടു. ഉച്ചഭക്ഷണ സമയത്ത് ചില പ്രാദേശിക തെരുവ് ഭക്ഷണം കഴിക്കാൻ അവർ തയ്യാറായിരുന്നു. അതിഥി സൂര്യയെ പാർക്ക് സ്ട്രീറ്റിലേക്ക് നയിച്ചു. അവർ പുഷ്പകളും പാനിപൂരി മുതൽ ജൽമൂറിയും മിസ്തിദോയിയും വരെയുള്ള പലതരം സ്വാദിഷ്ടമായ വിഭവങ്ങൾ സാമ്പിൾ ചെയ്തു. ഓരോന്നിനും ഒരു പുതിയ അനുഭവം. ഉച്ചഭക്ഷണത്തിന് ശേഷം അവൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. കരിയർ വളർച്ചയും പുതിയ നഗരത്തിൽ ജീവിക്കാനുള്ള ആവേശവും അതേ കാരണങ്ങളാൽ അതിഥി കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് മാറിയെന്ന് സൂര്യ അറിഞ്ഞു. അവർ പങ്കിട്ട അനുഭവങ്ങളും അഭിലാഷങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചു. ആ സൗഹൃദം കൂടുതൽ ശക്തമാക്കി. ഉച്ച കഴിഞ്ഞ് അവർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മ്യൂസിയങ്ങളിലൊന്നായ ഇന്ത്യൻ മ്യൂസിയം സന്ദർശിച്ചു. പുരാതന വസ്തുക്കൾ മുതൽ പ്രകൃതി ചരിത്രം വരെയുള്ള പ്രദർശനങ്ങളുടെ വിപുലമായ ശേഖരം ആകർഷകമായിരുന്നു. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന പൈതൃകത്തെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണ നൽകുന്ന ഇന്ത്യൻ കലയെയും പുരാവസ്തുശാസ്ത്രത്തെയും കുറിച്ചുള്ള വിഭാഗങ്ങൾ സൂര്യയ്ക്ക് പ്രത്യേകം ഇഷ്ടമായിരുന്നു. വൈകുന്നേരമായപ്പോൾ പ്രാദേശിക മാർക്കറ്റുകളും കടകളും സന്ദർശിച്ച് കൊൽക്കത്തയിലെ ഊർജ്ജസ്വലമായ തെരുവുകളിലൂടെ നടക്കാൻ അവർ തീരുമാനിച്ചു. നിറങ്ങളും ശബ്ദങ്ങളും സൗരഭ്യവും കൊണ്ട് നഗരം സജീവമായിരുന്നു. കോളേജ് സ്ട്രീറ്റിനടുത്തുള്ള ഒരു ചെറിയ കഫേയായിരുന്നു അവരുടെ അവസാന സ്റ്റോപ്പ്. ആവി പറക്കുന്ന കാപ്പിക്കപ്പുകൾക്ക് മുകളിലൂടെ അവർ അന്നത്തെ സാഹസികതകൾ പ്രതിഫലിപ്പിച്ചു. അതിഥിയുടെ കൂട്ടുകെട്ടിനെയും അവർ പങ്കുവെച്ച മനോഹരമായ അനുഭവങ്ങൾക്കും സൂര്യയ്ക്ക് ആഴമായ നന്ദി തോന്നി. രാത്രിയിൽ അവർ വേർപിരിഞ്ഞപ്പോൾ സൂര്യയ്ക്ക് കൊൽക്കത്തയുമായി കൂടുതൽ ബന്ധം തോന്നി. ഭാവിയെക്കുറിച്ച് ആവേശം തോന്നി. പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും അതുല്യമായ നഗരം. ഒപ്പം അതിഥിയെ പോലെ ഒരു സുഹൃത്ത് അരികിലുണ്ട്. അവളുടെ യാത്ര ഇനിയും നിരവധി സാഹസികതകളും പ്രിയപ്പെട്ട ഓർമ്മകളും നിറഞ്ഞതായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അധ്യായം 3. അത്താഴവും അതിഥിയുടെ പാചകവും. സൂര്യ കൊൽക്കത്തയിലേക്ക് താമസം മാറിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവൾ ക്രമേണ പുതിയ ജീവിതത്തിലേക്ക് ശീലിച്ചു. ഓരോ ദിവസവും കഴിയുന്തോറും അതിഥിയുമായുള്ള അവളുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ഓഫീസ് സമയത്തിനപ്പുറം അവരുടെ സൗഹൃദം നീണ്ടു. ഒരു വൈകുന്നേരം അവൾ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി പോകാൻ ഒരുങ്ങുമ്പോൾ അതിഥി സൂര്യയെ ക്ഷണിച്ചു. ഹേയ് സൂര്യ, ഈ വീക്കെൻഡിൽ നീ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു? കുറച്ച് നല്ല ഭക്ഷണം പാകം ചെയ്യാം. അവൾ സൗഹൃദപരമായ പുഞ്ചിരിയോടെ ചോദിച്ചു. ക്ഷണത്തിൽ സൂര്യയുടെ മുഖം തെളിഞ്ഞു.
അത് ഒരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓക്കെയാണോ? ഈ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് ബോറടിച്ചു തുടങ്ങി. അവൾ ആകാംക്ഷയുടെ മറുപടി വന്നു. ഞാൻ ഉറപ്പായിട്ടും വരാം. സൂര്യ അതിഥിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അത് അവളുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് അധികം അകലെയല്ല. കൊൽക്കത്തയിലെ ശാന്തമായ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആധുനിക അപ്പാർട്ട്മെന്റ് സമുച്ചയമായിരുന്നു ആ കെട്ടിടം. ഊഷ്മളമായ വെളിച്ചമുള്ള വീടിന്റെ ആശ്വാസകരമായ കാഴ്ചയും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ സുഗന്ധവും സൂര്യയെ വരവേറ്റത്. അതിഥി അവളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അകത്തേക്ക് വരൂ സൂര്യ, ഇരിക്കൂ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പരമ്പരാഗതവും ആധുനികവുമായ ഘടകങ്ങൾ ഇടകലർന്ന മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റ്. കട്ടിലിൽ ചടുലമായ തലയണകൾ, ഗംഭീരമായ തിരശീലകൾ, പുസ്തകങ്ങളുടെ ആകർഷകമായ ശേഖരം നിറഞ്ഞ ഒരു ബുക്ക് ഷെൽഫ്. ഒരുമിച്ച് അത്താഴം പാകം ചെയ്തുകൊണ്ടാണ് വൈകുന്നേരം ആരംഭിച്ചത്. കേരളത്തിലും ബംഗാളിലെയും രുചികൾ സംയോജിപ്പിച്ച് അവരുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിഥി നിർദ്ദേശിച്ചു. കേരള ശൈലിയിലുള്ള വെജിറ്റബിൾ സ്റ്റൈർ ഫ്രൈ, തേങ്ങാച്ചോറ് എന്നിവയ്ക്കൊപ്പം പരമ്പരാഗതമായ ബംഗാളി മീൻകറിയും തയ്യാറാക്കാൻ തീരുമാനിച്ചു. പാചകം ചെയ്യുമ്പോൾ അടുക്കളയിൽ നിറയെ ചിരിയും ഉരുളൻ ചേരുവകളുടെ ശബ്ദവും സൂര്യ ഓരോ നിമിഷവും ആസ്വദിച്ചു. നിന്റെ കൂടെയുള്ള പാചകം എനിക്ക് വീടിനെ ഓർമ്മിപ്പിക്കുന്നു, സൂര്യ സ്റ്റവിൽ കയറി ഇളക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, എനിക്കും അങ്ങനെ തന്നെ, ആദ്യ മറുപടി പറഞ്ഞു. ഈ ചെറിയ നിമിഷങ്ങൾ പങ്കുവെക്കാൻ ഒരാളുണ്ടായിരുന്നതിൽ സന്തോഷമുണ്ട്. എടാ, നീ പണ്ട് CID മൂസ കാണാൻ വേണ്ടി സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ടോ? പിന്നല്ലാണ്ട് എത്രയോ വട്ടം, അതിഥി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആണല്ലേ, നമ്മുടെയൊക്കെ കുട്ടിക്കാലം മനോഹരമാക്കിയത് അതൊക്കെയായിരുന്നു. ശരിയാ, ദിലീപേട്ടന്റെ കോമഡിയൊക്കെ പണ്ട് നല്ല രസമായിരുന്നു. സ്കൂളിൽ വെച്ച് എന്റെ ക്ലാസ്സിൽ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. അവൻ റൺവേ കണ്ട് നാട് വിട്ട് വാളയാർ വരെ പോയിട്ടുണ്ട്. കൊള്ളാലോ, നീ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നല്ലേ? യെസ്. ഓ, അതാണല്ലേ ഈ CBSE ആയിരുന്നൂടാ. ഓ, അതാണല്ലേ, ഞാൻ CBSE ആയിരുന്നൂടാ. എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. സാരമില്ല സൂര്യ, നമുക്ക് പോകാം. സെറ്റ്. അത്താഴത്തിന് ശേഷം അവർ ഐസ്ക്രീം പാത്രങ്ങളുമായി സോഫയിലിരുന്നു. ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ഇരുവരും ഇഷ്ടപ്പെട്ട ഒരു ക്ലാസിക് ബോളിവുഡ് ചിത്രമാണ് അതിഥി തിരഞ്ഞെടുത്തത്. സിനിമ പ്ലേ ചെയ്യുമ്പോൾ അവർ ഇടയ്ക്കിടെ രംഗങ്ങൾ ചർച്ച ചെയ്യാനും ഓർമ്മകൾ പങ്കിടാനും രസകരമായ നിമിഷങ്ങൾ ചിരിക്കാനും തുടങ്ങി. പിന്നീട് സംഭാഷണം കൂടുതൽ ആഴത്തിലായി. തങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച്, കരിയർ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ചും വീട്ടിൽ നിന്നും മാറി താമസിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചും അവർ സംസാരിച്ചു. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾക്കിടയിലും തങ്ങൾ തമ്മിൽ എത്രത്തോളം സാമ്യമുണ്ടെന്ന് മനസ്സിലാക്കി സൂര്യയ്ക്ക് അതിഥിയുമായി ശക്തമായ സൗഹൃദം തോന്നി. 3 അധ്യായം കഴിഞ്ഞു. 4ാമത്തെ അധ്യായമാണ്. അധ്യായം 4, പുതിയ താമസവും കൂട്ടുകാരിയും. സൂര്യൻ കൊൽക്കത്തയിൽ അസ്തമിക്കാൻ തുടങ്ങി. നഗരത്തിന്മേലൊരു ചൂടുള്ള സ്വർണ്ണ നിറം പകരുന്നു. സൂര്യയും അതിഥിയും സ്വീകരണ മുറിയിൽ വിശ്രമിക്കുന്ന വാരാന്ത്യത്തിന്റെ അവസാന നിമിഷങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ച് അവർ വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിഥി ചിന്താഭാവനയോടെ സൂര്യയുടെ നേരെ തിരിഞ്ഞു. സൂര്യ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവൾ തുടങ്ങി. തീർച്ചയായും അതിഥി, എന്താ നിന്റെ മനസ്സിൽ? സുഹൃത്തിന്റെ സ്വരത്തിലെ പെട്ടെന്നുള്ള ഗൗരവം അറിയാൻ ആകാംക്ഷയോടെ സൂര്യ മറുപടി പറഞ്ഞു. അതിഥി ദീർഘനിശ്വാസം എടുത്തു തുടർന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, നിനക്ക് ഇവിടെ ഇഷ്ടമാണോ? അതായത് എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ? തീർച്ചയായും എനിക്കിവിടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ്. സൂര്യയുടെ മറുപടി അതിഥി പുഞ്ചിരിച്ചു. അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കൊൽക്കത്തയിലേക്ക് മാറിയത് മുതൽ ഈ അപ്പാർട്ട്മെന്റിൽ തനിച്ചാണ് താമസിക്കുന്നത്. ഇത് നല്ലതാണ്, പക്ഷെ ചിലപ്പോൾ ഏകാന്തത അനുഭവിച്ചേക്കാം. ആദ്യമായി നഗരത്തിലേക്ക് മാറിയപ്പോൾ തനിക്കുണ്ടായ ഏകാന്തതയുടെ വികാരങ്ങൾ ഓർത്തുകൊണ്ട് സൂര്യ മനസ്സിലാക്കി തലയാട്ടി. അതിഥി തുടർന്നു. ഞാൻ ആശ്ചര്യപ്പെടുകയായിരുന്നു. എനിക്ക് റൂംമേറ്റ് ആരുമില്ല. ഷെയർ ചെയ്താലോ? അപ്പൊ എനിക്കൊരു കൂട്ടാകുമല്ലോ. അവളുടെ പുതുതായി കണ്ടെത്തിയ സുഹൃത്തും വിശ്വസ്തമായ അതിഥിയോടൊപ്പം താമസിക്കാൻ ആകർഷകമായിരുന്നു. ഗുണദോഷങ്ങൾ തൂക്കി നോക്കിക്കൊണ്ട്
അവൾ അത് പരിഗണിക്കാൻ ഒരു നിമിഷമെടുത്തു. എന്നാൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താൻ അതിരുകളൊന്നും ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സൂര്യ പറഞ്ഞു. അതിഥി ശക്തിയായി തലയാട്ടി. ഇല്ല ഇല്ല, വാസ്തവത്തിൽ ഇത് നമ്മൾ രണ്ടുപേരും വളരെ മികച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ സ്ഥലം ശരിക്കും വീടാണെന്ന് തോന്നിപ്പിക്കാം. അവളുടെ പുതിയ ജീവിത ക്രമീകരണത്തിന്റെ ആവേശം ഇതിനകം പ്രകടമായിരുന്നു. അവർ ലോജിസ്റ്റിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. എങ്ങനെ സ്ഥലം ക്രമീകരിക്കും? ഉത്തരവാദിത്തങ്ങൾ പങ്കിടും. രണ്ട് വ്യക്തിത്വങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ അപ്പാർട്ട്മെന്റ് അലങ്കരിക്കും. അടുത്ത വാരാന്ത്യത്തിൽ സൂര്യ തന്റെ സാധനങ്ങൾ അതിഥിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ തുടങ്ങി. ഫർണിച്ചറുകൾ പുനഃക്രമീകരിക്കാനും പുതിയ അലങ്കാരങ്ങൾ തൂക്കിയിടാനും അപ്പാർട്ട്മെന്റിനെ സുഖകരവും പങ്കിട്ടതുമായ വീടാക്കി മാറ്റാനും അവർ ദിവസങ്ങൾ ചെലവഴിച്ചു. സൂര്യയെയും മധ്യയെയും കൂടുതൽ അടുപ്പിച്ചു. അവരുടെ ജോലിയും വ്യക്തിജീവിതവും സന്തുലിതമാക്കുന്ന ഒരു ദിനചര്യ അവർ വികസിപ്പിച്ചെടുത്തു. പരസ്പരം സഹവാസം ആസ്വദിക്കാനും വിശ്രമിക്കാനും സമയമുണ്ടെന്ന് ഉറപ്പുവരുത്തി. കൊൽക്കത്തയിലെ പുതിയ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ സൗഹൃദം താഴ്ച വളർന്നു. കൊൽക്കത്തയിലേക്കുള്ള താമസം തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് സൂര്യ മനസ്സിലാക്കി. അവൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി കണ്ടെത്തി മാത്രമല്ല, കുടുംബത്തെ പോലെ തോന്നുന്ന ഒരു സുഹൃത്തിനെയും അവൾക്ക് ലഭിച്ചു. അവൾക്ക് തങ്ങളുടെ പുതിയ ദിനചര്യയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ സൂര്യയും അതിഥിയും ആവേശത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെയും ഭാവിയിലേക്ക് നോക്കി.